അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ വിധി പ്രസ്താവന വന്നു കഴിഞ്ഞു. ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കും ചിലത് പറയാനുണ്ട് എന്ന് തോന്നി. അടുത്തേക്ക് പോയപ്പോൾ അവളിങ്ങനെ ഷോക്ക് കൃത്യമായി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്ന് ഇങ്ങനെ ചോദിച്ചു. ആ സമയത്തൊന്ന് കൺസോൾ ചെയ്യാന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. കരയണം, അവളുടെ ജീവിതം ഇല്ലാതെയാകണം. അപ്പൊ എന്തുകൊണ്ട് അവൾ കരയുന്നില്ല? ഹസ്ബൻഡ് പോലും അവളെ എവറി സെക്കൻഡ് വിളിച്ചുകൊണ്ടിരിക്കുക. ഞാനുണ്ടല്ലോ നിന്നോടൊപ്പം, നീ എന്തിനാണ് ഇങ്ങനെ അപ്സെറ്റ് ആവുന്നതെന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് അവളുടെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. അതായത് ഇത്രയും സെലിബ്രിറ്റിയും അത്യാവശ്യം ഫേമസും കാര്യങ്ങളും സാമ്പത്തിക സ്ഥിതിയും ഒക്കെയുള്ള ഈ അതിജീവിതയ്ക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാരായ ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലാത്ത, ഫേമസ് അല്ലാത്ത സാധാരണക്കാരായ സ്ത്രീകൾക്കും പെൺകുട്ടികളുടെയും അവസ്ഥ എന്താണ്? നമുക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ വരുമ്പോൾ നമ്മൾ ആരെയാണ് സമീപിക്കേണ്ടത്? ഇതൊരു സാധാരണ കേസല്ല. അതായത് ഈ കുട്ടിക്ക് ഈ ഒരു കേസുമായി മുന്നോട്ട് പോയപ്പോൾ അറിയാമായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ചിന്തിച്ചിരിക്കണം എന്താണ് താൻ നേരിടാൻ പോകുന്ന ഭവിഷ്യത്തുകൾ, കുത്തുവാക്കുകൾ, പരിഹാസങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതുവരെ ഫേസ് ചെയ്തതുപോലെ തന്നെ മുന്നോട്ട് പോവുക. എല്ലാം ഫേസ് ചെയ്യുമെന്ന് അവർക്ക് അറിയാമായിരുന്നിട്ടും അവർ മുന്നോട്ട് തന്നെ പോയി. കാരണം തന്റെ ഭാഗത്ത് നീതി ഉണ്ടെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ആ നീതി നിഷേധമാണ് ഇന്ന് നമ്മൾ കണ്ടത്.